ഹലോ. അപ്പൊ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട്. അപ്പൊ നാളത്തെ പ്രൊമോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക്ലി ടാസ്ക് തുടങ്ങുകയാണ്. അപ്പൊ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ വീക്ക്ലി ടാസ്ക് തുടങ്ങുകയാണ്. അപ്പൊ എടുത്തു പറയേണ്ട കാര്യത്തിൽ വീക്ക്ലി ടാസ്ക് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഒന്നൊന്നര ടാസ്ക് ആയിരിക്കും. അപ്പൊ ഇന്നത്തെ വീക്ക്ലി ടാസ്കിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ ഈ ബി ബോട്ടിൽ ഫാക്ടറി എന്നാണ് വീക്ക്ലി ടാസ്കിന്റെ ഒരു പേര് വന്നിരിക്കുന്നത്, ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ടാസ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത നോമിനേഷൻ പ്രക്രിയയിൽ നിന്നും ഈ ജയിക്കുന്ന ആള് മുക്തയാവും. അതായത് അടുത്ത നോമിനേഷൻ പ്രക്രിയയിൽ ഈ ആള് വരത്തില്ല. അതാണ് വീക്ക്ലി ടാസ്കിൽ ബിഗ് ബോസ് വെച്ചിരിക്കുന്ന ഒരു കാര്യം. അപ്പം എന്തായാലും മത്സരം കൊടുക്കും. കാരണം എല്ലാവർക്കും നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊരു മൈൻഡ് എല്ലാവർക്കും കാണത്തുള്ളൂ. അപ്പൊ എന്തായാലും മത്സരം കൊഴുക്കും. കാരണം വേറൊന്നല്ല, മത്സരം കൊഴുക്കുക തന്നെ ചെയ്യും. അപ്പം ഇതിനകത്ത് റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക്ലി ടാസ്കിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് കോയിൻസ് കളക്ട് ചെയ്യുന്ന വ്യക്തിയായിരിക്കും വിന്നർ ആവുക. ഏറ്റവും കൂടുതൽ ഗോൾഡ് കോയിൻസ് അവസാനം വരെ ആരാണോ അത് നേടുന്ന ആള് അടുത്ത ആഴ്ചത്തെ നോമിനേഷൻ പ്രക്രിയയിൽ നിന്നും എന്താ ഫ്രീ ആവുന്നതാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഗിസേല് പിണങ്ങി പോകുന്നുണ്ട്, അഭിലാഷ് വഴക്ക് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം കാണാം. അപ്പൊ എന്തായാലും നല്ല രീതിക്ക് ഉന്തും തള്ളും ഉണ്ടായിരിക്കും, വാക്ക് തർക്കങ്ങൾ ഉണ്ടാവും. അപ്പം ഒരു ഒന്നൊന്നര ടാസ്ക് തന്നെയാണ് ബിഗ് ബോസ് ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. അപ്പം കയ്യാങ്കളിയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കണ്ടു തന്നെ അറിയണം ആരാണ് ടാസ്കിൽ ജയിക്കുക എന്നുള്ളത്. കാരണം വീക്ക്ലി ടാസ്ക് ആണ്, എടുത്തു പറയുന്നത് വെച്ചാൽ വീക്ക്ലി ടാസ്ക് ആണ്. പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ട്, നല്ല രീതിക്ക് പിടിവലി തന്നെ അവിടെ നടക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും വീക്ക്ലി ടാസ്കിൽ നിന്നും ജയിക്കണം എന്നൊരു മൈൻഡ് തന്നെ ആയിരിക്കും. അതായത് നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടണം, ആ ഒരു മൈൻഡ് വെച്ചായിരിക്കും എല്ലാവരും ഗെയിം കളിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കാണാം. അപ്പൊ കാണാൻ മറക്കരുത്. ഓക്കേ.